1992, 1994, 1996 ഈ 3 വർഷങ്ങളിൽ അർജന്റീനയിലെ ബ്യൂണസ് എയറീസ് എന്ന് പറയുന്ന രൂപതയിലെ സെന്റ് മേരീസ് ഇടവകയിൽ നടന്നത് ദിവ്യകാരണ അത്ഭുതങ്ങളുടെ ഘോഷയാത്രയായിരുന്നു. 1992 ഒരു വെള്ളിയാഴ്ച ദിവസം മെയ് മാസം 1-ാം തീയതി പരിശുദ്ധ കുർബാനയെല്ലാം കഴിഞ്ഞ് ഒരു യുക്രിസ്റ്റിക് മിനിസ്റ്റർ അൾത്താരയിൽ നിന്നും ലിനൻ തുണികൾ മാറ്റുന്ന സമയത്ത് ആ ലിനൻ തുണിയിൽ ഒരു ചെറിയ കഷ്ണം തിരുവോസ്തി കാണുകയുണ്ടായി. സഭ നിഷ്കർഷിക്കുന്നത് പോലെ ഈ തിരുവോസ്തി ഇദ്ദേഹം വൈദികന് നൽകി. ആ വൈദികൻ ഒരു ബൗളിൽ വെള്ളം നിറച്ച് ആ ബൗളിലോട്ട് തിരുവോസ്തി അലിയാൻ വേണ്ടിയിട്ട് വെച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞ് കുറച്ച് വൈദികർ പോയിട്ട് സക്രാരി തുറന്ന് ഈ ബൗളിലെ തിരുവോസ്തിക്ക് എന്തെങ്കിലും മാറ്റം സംഭവിച്ചോ എന്നറിയാൻ വേണ്ടി നോക്കിയപ്പോൾ അതിലൊരു മാറ്റവും സംഭവിച്ചില്ല. എന്നാൽ 7 ദിവസങ്ങൾ കഴിഞ്ഞ് മെയ് മാസം 8-ാം തീയതി ഈ ബൗള് നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൽ തിരുവോസ്തിയിൽ രക്തം പൊടിഞ്ഞു കിടക്കുന്നതായിട്ട് ഇവർ ദർശിച്ചു. 2 ദിവസം കഴിഞ്ഞ് മെയ് മാസം 10-ാം തീയതി ഒരു ഞായറാഴ്ച വൈകുന്നേരത്തെ 2 ദിവ്യബലിയിലും പാറ്റേണിൽ രക്തത്തുള്ളികളും കുർബാനയുടെ ഇടയിൽ ദൃശ്യമായി എന്നുള്ളതാണ്. അങ്ങനെ 1992 തന്നെ 3 ദിവ്യകാരണ അത്ഭുതങ്ങളാണ് നമുക്ക് ടെക്നിക്കലി നമുക്ക് പറയണമെങ്കിൽ 1992 എന്ന് പറയുന്ന വർഷത്തിൽ തന്നെ സംഭവിച്ചത്. അതും ഒരൊറ്റൊരു മാസം 10 ദിവസത്തിനുള്ളിൽ സംഭവിച്ചത്. പിന്നീട് 1994 ജൂലൈ മാസം 24-ാം തീയതി അതും ഒരു ഞായറാഴ്ച ദിവസമായിരുന്നു. കുഞ്ഞുങ്ങളുടെ കുർബാനയായിരുന്നു. അപ്പോൾ ടബർനാക്കളിൽ നിന്നും പിക്സ്, അതായത് വൈദികർ ചെറിയ തിരുവോസ്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു സാക്രഡ് വെസൽ അവർ തുറന്നു കഴിഞ്ഞപ്പോൾ ആ വെസലിൻ്റെ പാർശ്വങ്ങളിൽ നിന്നും രക്തം പൊടിഞ്ഞു വരുന്നതായിട്ട് അവർ കാണുകയുണ്ടായി. ഇതാണ് 1994 ഇതേ ഇടവകയിൽ നടന്ന ദിവ്യകാരണ അത്ഭുതം. പിന്നീട് 1996 ദിവ്യകാരണ അത്ഭുതമാണ് സഭ പരീക്ഷണ വിധേയമാകാൻ വേണ്ടിയിട്ട് ശാസ്ത്രജ്ഞർക്ക് വേണ്ടി നൽകിയത്. 1996 ഓഗസ്റ്റ് മാസം 15-ന് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാളിൻ്റെ അന്ന് പരിശുദ്ധ കുർബാന ഡിസ്ട്രിബ്യൂഷൻ്റെ സമയത്ത് താഴെ വീണ തിരുവോസ്തി അലിയിപ്പിക്കാൻ വേണ്ടി വൈദികൻ ഇതുപോലെ ബൗളിൽ വെച്ചു. ഓഗസ്റ്റ് 26-ാം തീയതി ഈ തിരുവോസ്തിയിൽ രക്തം പൊടിഞ്ഞു വരാൻ തുടങ്ങി. പിന്നീട് സഭ ഈ രക്തം പൊടിഞ്ഞ തിരുവോസ്തി, അതിലെ മാംസ കഷ്ണങ്ങൾ 2 ശാസ്ത്രജ്ഞർക്ക് ഇതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു. അതിൽ ഇതിന് നേതൃത്വം നൽകിയ, ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്തയാൾ റിക്കാർഡോ ഗോമസ് എന്ന് പറയുന്ന ഡോക്ടറും അതുപോലെ തന്നെ ഇത് പഠിച്ച് വിശദമായ റിപ്പോർട്ട് നൽകിയത് ഫ്രെഡറിക് സുഗേബി എന്ന് പറയുന്ന ഡോക്ടറുമാണ്. ഈ ഫ്രെഡറിക് സുഗേബി എന്ന് പറയുന്ന ഡോക്ടറിൻ്റെ അടുക്കൽ ഇത് തിരുവോസ്തിയിൽ നിന്നും വന്ന മാംസമാണ് എന്നുള്ളത് ആരും അറിയിച്ചില്ല. ഇതൊരു മാംസമാണ്, ഇത് പരിശോധിച്ചിട്ട് ഇത് എന്താണെന്ന് പറയണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അങ്ങനെ ഫ്രെഡറിക് സുഗേബി പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം ഇൻ്റർനെറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞ വാക്കുകൾ ഇപ്രകാരമാണ്. ഈ സ്ലൈഡിൽ ഹൃദയപേശികളുടെ ഭാഗമാണുള്ളത്, കാർഡിയാക് ടിഷ്യൂ. ഇതിൽ മയോകാർഡിയൽ ടിഷ്യൂവിന് സംഭവിച്ച ജീർണാവസ്ഥയിലുള്ള മാറ്റങ്ങൾ കാണാം. ഇതിൽ സ്ട്രയേഷനുകളുടെ നഷ്ടം, ന്യൂക്ലിയർ പൈക്നോസിസ് എന്നിവ ദൃശ്യമാണ്. കൂടാതെ മാക്രോഫേജലുകൾ ഉൾപ്പെടെയുള്ള ക്രോണിക് ഇൻഫ്ലമേറ്ററി കോശങ്ങളുടെയും ചെറിയ അളവിൽ അക്യൂട്ട് ഇൻഫ്ലമേറ്ററി കോശങ്ങളുടെയും സങ്കലനം ഇവിടെ കാണപ്പെടുന്നു. ഹൃദയപേശികളുടെ ദിശ പരിശോധിക്കുമ്പോൾ ഈ മാറ്റങ്ങൾ ഹൃദയത്തിലെ വെൻട്രിക്കുലർ ഭാഗത്തുള്ള വാൽവിനോട് അടുത്തതാണെന്ന് സൂചിപ്പിക്കുന്നു. ഈ ജീർണാവസ്ഥയിലുള്ള മാറ്റങ്ങൾ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നടന്ന മയോകാർഡിയൽ ഇൻഫാർക്ഷനുമായി പൊരുത്തപ്പെടുന്നതാണ്. ഹൃദയപേശികളിലേക്ക് പോഷകങ്ങളും ഓക്സിജനും എത്തിക്കുന്ന കൊറോണറി ധമനിയിലുണ്ടായ തടസ്സമാണ് ഇതിന് കാരണം. ധമനികളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അഥവാ അതിറോക്ലിറോസിസ് മൂലമോ അല്ലെങ്കിൽ കൊറോണറി ത്രോംബോസിസ്, അതായത് രക്തം കട്ടപിടിക്കൽ മൂലമോ ഉണ്ടായ തടസ്സം കാരണം മരണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഈ വ്യക്തിക്ക് ഹൃദയാഘാതം ഉണ്ടായതായി ഈ മാറ്റങ്ങൾ സൂചിപ്പിക്കുന്നു. ഈശോ ഈ 21-ാം നൂറ്റാണ്ടുകളിലും ഒക്കെ ലോകത്ത് നടക്കുന്ന പാപങ്ങളുടെ ആ ആധിക്യം കർത്താവ് 2000 വർഷം മുൻപേ കണ്ട് ആ ഹൃദയഭാരത്താലാണ് ഈശോ രക്തം പൊടിച്ചത്.
ഡോക്ടർ വീണ്ടും തുടരുന്നു. ഹൃദയപേശികൾ ഏകദേശം 1 മാസത്തോളം ടാപ്പ് വെള്ളത്തിലും പിന്നീട് 3 വർഷത്തോളം അണുവിമുക്തമായ വാറ്റിയെടുത്ത വെള്ളത്തിലും സൂക്ഷിച്ചതായി പിന്നീട് എന്നോട് പറഞ്ഞപ്പോൾ ആ സാമ്പിളിൽ വെളുത്ത രക്താണുക്കളെയോ മൈക്രോഫാജലുകളെയോ കാണുക അസാധ്യമാണെന്ന് ഞാൻ സൂചിപ്പിച്ചു. മാത്രമല്ല ടിഷ്യൂവിൻ്റെ ഘടനാപരമായ സവിശേഷതകൾ നഷ്ടപ്പെടുന്നതിനാൽ അത് തിരിച്ചറിയുക തന്നെ അസാധ്യമായിരിക്കും. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഒരിക്കലും ഇതിൽ വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ടാകാനുള്ള സാധ്യത തീരെ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ വളരെ വലിയ അളവിൽ തന്നെ വൈറ്റ് ബ്ലഡ് സെൽസ് ഈ ഡോക്ടർമാർക്ക് കാണാൻ സാധിച്ചു. അതിനർത്ഥം അത് ജീവനുള്ള ഒരു വ്യക്തിയുടെ മാംസം തന്നെയായിരുന്നു എന്ന് മാത്രമല്ല, ഇത് മൈക്രോസ്കോപ്പിലൂടെ ഒരു പരിശോധിക്കുന്ന സമയത്ത് പല തവണ ഈ മാംസത്തിന് ജീവനുള്ളതായിട്ട് ഇവർക്ക് അനുഭവപ്പെട്ടു എന്ന് ഇവർ തന്നെ പറയുന്നു. അപ്പോൾ ഡോക്ടർ സുഗബെ തുടരുകയാണ്. ദ പ്രസൻസ് ഓഫ് ദോസ് വൈറ്റ് ബ്ലഡ് സെൽസ് ഇൻ ദ ടിഷ്യൂ ടെൽ മീ 2 തിങ്സ്. ഈ പറയുന്ന മാംസത്തിലെ വൈറ്റ് ബ്ലഡ് സെൽസ് 2 കാര്യങ്ങളാണ് പറയണത്. ഒന്നാമതായിട്ട് ദിസ് ഹാർട്ട് ഹാസ് സഫേർഡ് ട്രോമാറ്റിക് ഇഞ്ചുറി. ഈ ഹൃദയം വളരെ മാരകമായ രീതിയിലുള്ള പരിക്ക് പറ്റിയ ഒന്നാണ്. ദർ ഹാസ് ബീൻ എ കോംപ്രമൈസിങ് ഓഫ് ദ ബ്ലഡ് സപ്ലൈ ടു ദ ഹാർട്ട്. ദിസ് ഈസ് നോട്ട് അൺലൈക്ക് വാട്ട് ഐ ഹാവ് സീൻ വെൻ സമൺ ഹാസ് ബീൻ ബീറ്റൻ സിവിയർലി ഓവർ ദ ചെസ്റ്റ് ഇൻ ദ റീജിയൻ ഓഫ് ദി ഹാർട്ട്. രണ്ടാമതായിട്ട് ദിസ് ഹാർട്ട് വാസ് എലൈവ്. ഈ ഹൃദയം ജീവനുള്ളതായിരുന്നു. ദിസ് ഹാർട്ട് ഈസ് ഫ്രം എ ലിവിങ് പേഴ്സൺ, not a dead person. I am looking at a snapshot of a living heart. അദ്ദേഹം പറയുന്നത് ഈ മാംസം പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തെ മനസ്സിലാവുന്നു ഇത് ജീവനുള്ള ഇപ്പം മരിച്ച ഒരു വ്യക്തിയുടെ മാംസം ഇപ്പം കൊണ്ടുവന്നതുപോലെയാണ് ഈ ഹൃദയപേശിയിൽ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത് എന്നാണ്. The analyzed material is a fragment of the heart muscle found in the wall of the left ventricle close to the wall. This muscle is responsible for the contraction of the heart. അതായത് നമ്മുടെ ഹൃദയം ഇടിക്കണമായിട്ട് നമ്മൾ ശബ്ദം കേൾക്കാറില്ല, അതിന് കാരണമായിട്ടുള്ള മസിലാണ് കണ്ടെത്തിയിരിക്കുന്നത് ഈ തിരുവോസ്തിയിൽ നിന്നും. ഇറ്റ് ഷുഡ് ബി ബോൺ ഇൻ മൈൻഡ് ദാറ്റ് ദ ലെഫ്റ്റ് കാർഡിയാക് വെൻട്രിക്കിൾ പംപ്സ് ബ്ലഡ് all parts of the body. It is my contention that the heart was alive since the white blood cells die outside a living organism. വൈറ്റ് ബ്ലഡ് സെൽസ് പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒന്നാണ്. പക്ഷേ ഈ ഹൃദയം ശരീരത്തിൽ നിന്നും വേർപെടുത്തി എടുത്തിട്ടും ഈ മാംസകഷണത്തിൽ ഇപ്പോഴും രക്താണുക്കൾ ഉണ്ട് എന്നുള്ളത് അദ്ദേഹത്തിനെ ഏറെ അതിശയിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇത് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അവർ കണ്ടെത്തി ഇതൊരു മനുഷ്യൻ്റെ രക്തം തന്നെയാണ്, അതും AB പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പിൽപ്പെട്ടതാണ് എന്നുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത്തരം ദിവ്യകാരണ അത്ഭുതങ്ങളിലൂടെ ഈശോ വീണ്ടും വീണ്ടും ഉറപ്പിച്ചു പറയുകയാണ്, ഇത് എൻ്റെ ശരീരമാണ്, ദിസ് ഈസ് മൈ ബോഡി.